ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പരിമല സെമിനാരിയുടെ മാനേജറായിരിക്കുന്ന ആദരണീയനായ എൽദോ അച്ഛൻ, മാത്തുക്കുട്ടിയച്ഛൻ, ജെറിനച്ഛൻ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ അളവറ്റ കരുണയാൽ ഒരിക്കൽ കൂടി ഈ പുണ്യഭൂമിയിലേക്ക് കടന്നു വരുന്നതിനും പരിശുദ്ധ പരിമല തിരുമേനിയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് ധ്യാനിക്കുന്നതിനും നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ അവസരം ശ്രേഷ്ഠമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ഒരു സന്ദേശം നമുക്ക് ധ്യാനിക്കാം. വേദഭാഗത്തിലേക്ക് കടക്കാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ. അതിപ്രകാരമാണ്: ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായ്ക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. 4 സുവിശേഷങ്ങൾ. ആ സുവിശേഷങ്ങളിൽ കൂടി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള 4 വീക്ഷണങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അതിൽ കുറച്ച് ഫിലോസോഫിക്കലായിട്ടുള്ള വീക്ഷണങ്ങൾ നൽകുന്ന ഒരു സുവിശേഷമാണ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ ശ്ലീഹായായ യോഹന്നാൻ ശ്ലീഹ നമുക്ക് പകർന്നു തന്നത്. വളരെ ശ്രേഷ്ഠമായ എന്നാൽ ഗഹനമായ വിധത്തിൽ അതിൻ്റെ ആഴങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സുവിശേഷമാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടേത്. 13-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നു, യേശുക്രിസ്തു ശിഷ്യന്മാരോടൊപ്പം ചേർന്ന് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. തുടർന്ന് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി വിനയത്തിൻ്റെയും താഴ്മയുടെയും മഹത്വം അവൻ അവർക്ക് മുൻപാകെ വെളിപ്പെടുത്തുന്നു. അതേ തുടർന്ന് ദ ഫൈനൽ ഡിസ്കോഴ്സ്, ശിഷ്യ സമൂഹത്തിന് നൽകുവാനുള്ള അന്ത്യ സന്ദേശം, പ്രബോധനം എന്ന നിലയിൽ 13-ാം അധ്യായത്തിൻ്റെ അവസാനം മുതൽ 17-ാം അധ്യായം വരെ നീണ്ടു നിൽക്കുന്ന ഒരു മനോഹരമായ വേദഭാഗം. അതിൽ 15-ാമത്തെ അധ്യായം സുപ്രധാനമാണ്. അത് ആരംഭിക്കുന്നത് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്ന യേശുവിൻ്റെ പ്രഖ്യാപനത്തിൽ കൂടിയാണ്. അവിടെയാണ് നാം കാണുന്നത് യേശു ശിഷ്യ സമൂഹത്തെ, പ്രത്യേകാൽ 12 വിളിക്കുന്നത്, നിങ്ങളെ ഞാൻ ഇനി മുതൽ ലോകപ്രകാരം മനുഷ്യർ ദാസന്മാർ, യജമാനന്മാർ എന്നുള്ള ആഖ്യാനങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് എങ്കിൽ ഞാൻ നിങ്ങളെ ഫ്രണ്ട്സ്, സഹോദരങ്ങൾ എന്ന തലത്തേക്കാൾ സ്നേഹിതർ എന്ന തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. സ്നേഹിതന്മാർ. യേശു ഇത് പറയുമ്പോൾ അക്കാലത്തെ യഹൂദ മതപശ്ചാത്തലം നാം ഒന്ന് നോക്കണം. ഗുരുക്കന്മാരുണ്ട്, റബ്ബിമാരുണ്ട്. യേശുവിനെയും ഒരു റബ്ബി എന്ന നിലയിൽ അവർ കരുതിയിരുന്നു. ഗുരുക്കന്മാരുടെ അരികിലേക്ക് ശിഷ്യന്മാർ വരും. ശിഷ്യന്മാർ അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾസ് ഓഫ് തോട്ട് അല്ലെങ്കിൽ പാഠശാലകൾ തിരഞ്ഞെടുത്ത് ഒരു ഗുരുവിൻ്റെ അരികിലേക്ക് വന്ന് ഗുരു പറയുന്നതും പഠിപ്പിക്കുന്നതും ചെയ്യുന്നതുമൊക്കെ കണ്ട് മനസ്സിലാക്കി സ്വാംശീകരിക്കും. അങ്ങനെ ഒരു ഗുരുവിനോടുള്ള അഭേദ്യമായ ബന്ധം. അപ്പോഴും ഗുരു ഉന്നത തലത്തിൽ തന്നെയാണ്. ശിഷ്യന്മാർ ഗുരുവിന് സബോർഡിനേറ്റ്സ് ആണ്, താഴത്തെ നിലയിലാണ്. ഒരിക്കലും അവർ തമ്മിൽ ഒരു തുല്യത, ഒരു സമത്വം, ഒരു ഇക്വാളിറ്റി ഒരിക്കലും കടന്നു വരികയില്ല. എന്നാൽ യേശു ഈ ഹയറാർക്കിക്കലായിട്ടുള്ള അധികാര ശ്രേണിയുടെ തലങ്ങളെ മുഴുവൻ തകിടം മറിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വിപ്ലവാത്മകമായ, ലിബറേറ്റീവായ, റാഡിക്കലായിട്ടുള്ള തലം. ഇന്നത്തെ ഒരു വ്യാവഹാരിക ഭാഷയിൽ പറഞ്ഞാൽ എ പാരഡൈം ഷിഫ്റ്റ്,
മാതൃകാ വ്യതിയാനം സംഭവിക്കുകയാണ്. ഇന്ന് ഈ ലോകത്തിൽ നാം നോക്കിയാൽ സാറ്, ഗുരു, യജമാനൻ, നേതാവ് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഇക്കാലത്തുമുണ്ട്. അടിമ ഉടമ വ്യവസ്ഥയുടെ പുതിയ തലങ്ങൾ ഒക്കെ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സാമൂഹിക, രാഷ്ട്രീയ, സാമുദായിക, മതപരമായ, സാമ്പത്തിക മേഖലകളിലെ സാഹചര്യങ്ങളിൽ ഈ വേദഭാഗം നമ്മളോട് സംവേദിക്കുന്ന 3 ആശയങ്ങൾ, യേശു സ്നേഹിതർ എന്നവരെ വിശേഷിപ്പിക്കുന്നതിൽ ഉൾക്കൊള്ളുന്ന 3 ആശയങ്ങൾ നമുക്കിന്ന് ധ്യാനിക്കാം. ഈ ആശയങ്ങൾ 3 പ്രാർത്ഥനകളായിട്ട് നമ്മൾ രൂപപ്പെടുത്തും. ഈ 3 പ്രാർത്ഥനകൾ ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരുമ്പോൾ നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ പരിമല പുണ്യവാളന്റെ മധ്യസ്ഥതയുള്ള ഈ ഭൂമിയിൽ നിന്ന് ഈ സമയത്ത് നമുക്ക് ചൊല്ലാം. 3 സന്ദേശങ്ങൾ, 3 പ്രാർത്ഥനകൾ. ആ 3 പ്രാർത്ഥനകൾ നമുക്ക് ഒന്നിച്ചു ചേർന്ന് ഇപ്പോൾ സമർപ്പിക്കാം. ഒന്നാമതായി നാം ഇവിടെ കാണുന്നു, സ്നേഹിതർ എന്നാണ് യേശു അവരെ വിളിച്ചത്. സ്നേഹിതന്മാർ. അത്രത്തോളം വിനയാന്വിതനായ ഒരു മനുഷ്യന് മാത്രമാണ് തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിതരെ എന്ന് വിളിക്കുവാൻ കഴിയുകയുള്ളൂ. ഫ്രണ്ട്സ്. അത്രത്തോളം വിനയാന്വിതനാകണം. എൽദോ പെരുന്നാളിൻ്റെയും ദനഹ പെരുന്നാളിൻ്റെയും പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ ഒന്ന് ദൈവത്തിൻ്റെ വിനയവൽക്കരണം അല്ലെങ്കിൽ അവൻ്റെ ശൂന്യവത്കരണം. അത്രത്തോളം താഴുന്നൊരു ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫിലിപ്പ് ലേഖനം 2-ാമത്തെ അധ്യായം 5 മുതലുള്ള ഭാഗങ്ങൾ നമുക്ക് സുപരിചിതമാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസവേഷം സ്വീകരിച്ച് നമ്മളോട് അത്രത്തോളം ഏകീഭവിച്ച ഒരു ദൈവം. അവൻ സ്വർഗോന്നതങ്ങളിൽ നിന്ന് മനുഷ്യരായ നമ്മളുടെ ഇടയിലേക്ക് വന്ന് ഇൻഡ്വെല്ല് ചെയ്തു, അല്ലെങ്കിൽ കൂടാരമടിച്ച് ഇവിടെ പാർത്തു, നമ്മെപ്പോലെ ആയി തീർന്നു. അത്രത്തോളം വിനയാന്വിതമായ ഒരു ഇടപെടൽ ക്രിസ്തുവിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്രത്തോളം ഹൃദ്യമായ വിനയാന്വിതമായ ഇടപെടൽ. അതിൻ്റെ ഏറ്റവും പാരമ്യത ദൃശ്യമാകുന്നത് കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിലൂടെയാണ്. അധികാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഹൂങ്കിൻ്റെയും ഒക്കെ ഒരു ലോകത്ത് അത്തരത്തിലുള്ള ആഖ്യാനങ്ങളും രീതിശാസ്ത്രങ്ങളും പ്രയോഗങ്ങളും ശൈലികളും മാറ്റിവെച്ച് വിനയാന്വിതനായി താഴ്മ വരിച്ച് അവൻ വന്നു എന്ന് പറയുന്നത് ഈ വാക്കിൽ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്നേഹിത. നമുക്കൊക്കെയും വിവിധങ്ങളായ തലങ്ങളിൽ അധികാരമുണ്ട്. നമുക്ക് കുടുംബത്തിൽ അധികാരമുണ്ട്, പ്രായത്തിൻ്റെ പേരിൽ അധികാരമുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, ബന്ധങ്ങളുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, ശരീരത്തിൻ്റെ പൊക്കത്തിൻ്റെയും വണ്ണത്തിൻ്റെയും പേരിൽ, ഇതിൻ്റെ ഒക്കെ പേരിൽ നമ്മൾ അധികാരപ്രയോഗം നടത്തും. നമ്മുടെ അതോറിറ്റി, പവർ എസ്റ്റാബ്ലിഷ് ചെയ്യും. പക്ഷെ അങ്ങനെ പവർ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട. ശാന്തമാകൂ, വിനയാന്വിതരാകൂ, ബലപ്രയോഗങ്ങൾ വേണ്ട, കുലീനമായി മാതൃകാപരമായി ഇടപെടൂ, വിനയാന്വിതരാകൂ എന്ന് ക്രിസ്തു ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി, സ്നേഹിത എന്ന് വിളിക്കുമ്പോൾ അതിൽ അന്തർലീനമായിരിക്കുന്ന സന്ദേശം കർത്താവ് അവരെ തുല്യരായിട്ട് കാണുകയാണ്, തന്നോട് സമരായിട്ട് കാണുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നു, ദൈവം ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചു, മനുഷ്യരെ സൃഷ്ടിച്ചു. മനുഷ്യരെ സൃഷ്ടിച്ചതിനെ കുറിച്ചുള്ള സൃഷ്ടികർമ്മത്തിൽ മനുഷ്യരെ സൃഷ്ടിച്ചതിനെ കുറിച്ചുള്ള മനോഹരമായൊരു പ്രബന്ധം 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നിസ്സായിലെ മെത്രാനായ വിശുദ്ധ ഗ്രിഗോറിയോസ് നൽകുന്നുണ്ട്. സെയിന്റ് ഗ്രിഗറി ഓഫ് നിസ. അദ്ദേഹത്തിൻ്റെ ഓൺ ദ മേക്കിംഗ് ഓഫ് മാൻ, മനുഷ്യന്റെ സൃഷ്ടി എന്ന് പറയുന്ന പ്രബന്ധത്തിൽ മനുഷ്യൻ എത്രത്തോളം ശ്രേഷ്ഠനായ സൃഷ്ടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിനകത്ത് പറയുന്ന ചില ആശയങ്ങൾ വളരെ മനോഹരമാണ്. അതിൽ ഒരാശയം ഇപ്രകാരമാണ്. നോക്കൂ, ഈ പ്രപഞ്ചത്തിലേക്ക് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അതിനു മുൻപ് മനുഷ്യന് ആവശ്യമായ ക്രമീകരണങ്ങൾ മുഴുവൻ
അവൻ സാധ്യമാക്കി. എക്സാമ്പിൾ പറഞ്ഞാൽ, ഇവിടേക്ക് ഈ ദേവാലയത്തിലേക്ക് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി വരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മാനേജർ അച്ഛന്മാർ റെഡിയായിട്ട് മണി അടിക്കുന്നതിന് ആളെ ഏൽപ്പിക്കും. ബാവ തിരുമേനി വരുമ്പോൾ മറ തുറന്ന് മെഴുകുതിരി കത്തിക്കണം. അത് കഴിയുമ്പോൾ തിരുമേനി വന്ന് ലുത്തിനിയ നടത്തും. ഇവിടെ പുസ്തകങ്ങൾ ക്രമീകരിക്കും, പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കും. അവിടേക്ക് പാർക്കിങ്ങിനായിട്ട് അല്ലെങ്കിൽ അവിടെ ഗേറ്റ് കീപ്പേഴ്സായിട്ടിരിക്കുന്ന ആളുകളോട് പറയും, ബാവ തിരുമേനിയുടെ കാറ് വരുന്നുണ്ട്, ചങ്ങലകളൊക്കെ മാറ്റണം, പെട്ടെന്ന് റെഡിയാകണം. ഈ ദേവാലയത്തിലേക്ക് ഇന്ത്യൻ പ്രസിഡന്റ് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പള്ളിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഈ ലോക്കൽ ബോഡീസ് എല്ലാം അവേക്കായിട്ട് ഉണർന്ന് അവരെല്ലാം റോഡ് ശരിയാക്കുന്നു, പാലം ശരിയാക്കുന്നു, ട്രാഫിക് ക്രമീകരിക്കുന്നു, പോലീസ് വിജിലൻസ് എല്ലാത്തിൻ്റെയും പ്രസൻസ് അവിടെ ഉണ്ടാകുന്നു. പ്രതിനിധികളായിട്ട്, ജനപ്രതിനിധികളായിട്ട് നേതൃത്വത്തിലുള്ളവരെല്ലാം വരുന്നു, ക്രമീകരിക്കുന്നു, ഭംഗിയായിട്ട് ചിട്ടപ്പെടുത്തുന്നു. മനുഷ്യനെ ഈ ലോകത്തിലേക്ക് ദൈവം സൃഷ്ടിച്ചപ്പോഴും സമാനമായി ഈ മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം ദൈവം ഒരുക്കി വെച്ചു. ശ്വസിക്കുന്നതിന് വായു, പലതരത്തിലുള്ള ഋതുക്കൾ, കാലാവസ്ഥകൾ, അവനാവശ്യമായ ഭക്ഷണത്തിനുള്ള ക്രമീകരണങ്ങൾ, പ്രാണികളായി, മത്സ്യങ്ങളായി, പറവകളായി, മൃഗങ്ങളായി, ജന്തുജാലങ്ങളായി, അരുവികളും മലകളും തോടുകളും പുഴകളും മരുഭൂമികളും ഒക്കെയായിട്ട് ദൈവം മനുഷ്യന് ജീവിക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളെല്ലാം നിർവഹിച്ചു. എന്തുകൊണ്ട്? മനുഷ്യന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് സ്രഷ്ടാവായ ദൈവത്തിന് ബോധ്യമുണ്ട്. സൃഷ്ടിയുടെ മകുടമായിട്ട്, വനഹപെരുന്നാളുടെ ശുശ്രൂഷയിൽ പറയുന്നത്, സൃഷ്ടിയുടെ രാജാവായിട്ട്, ദ കിങ് ഓഫ് ക്രിയേഷൻ എന്ന നിലയിൽ ദൈവം മനുഷ്യനെ നിയോഗിക്കുന്നു. മനുഷ്യനെ ദൈവം ആദരിക്കുന്നുണ്ട്. 8-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ മനോഹരമായിട്ട് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8-ാമത്തെ സങ്കീർത്തനം 4 മുതലുള്ള വാക്യങ്ങളിൽ, മർത്യനെ നീ ഓർക്കേണ്ടുന്നതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടുന്നതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. നോക്കൂ, ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നതിന്, ശ്വസിക്കുന്നതിന്, ദൈവത്തെ നിവർന്നു നിന്ന് ആരാധിക്കുന്നതിന് ഒക്കെ മനുഷ്യരായ നമുക്കൊരു സാധ്യത ദൈവം നൽകിയല്ലോ. ദൈവം നമ്മെ, സൃഷ്ടിയായ മനുഷ്യനെ അത്രത്തോളം ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, തന്നോടുള്ള കൂട്ടായ്മയിലേക്ക് ചേർത്ത് നിർത്തുന്നുണ്ട് എന്നതിൻ്റെ ഹൃദ്യമായ ഉദാഹരണമായി നാം ഇതിനെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ സൃഷ്ടിയുടെ ഭാഗമായിട്ട് നാം നിൽക്കുമ്പോൾ സ്നേഹിത എന്ന വിളി നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത്, ദൈവമേ നിനക്ക് നന്ദി. ഈ ലോകത്തിലൊന്ന് ജീവിക്കുവാൻ, ഈ ലോകത്തിലൊന്ന് സഞ്ചരിക്കുവാൻ. നോക്കൂ, ഈ പരിമല പള്ളിയിൽ ഈ വെള്ളിയാഴ്ച ദിവസം വന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ ഒക്കെ ഞങ്ങൾക്കൊരവസരം തന്നല്ലോ. ഞാൻ ഈ പരിമല പള്ളിയിൽ എപ്പോഴും എനിക്ക് വരുമ്പം ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. ഞാൻ ഒരു ചെറിയ മനുഷ്യനാണ് ഈ വലിയ നിർമ്മിതിയുടെ മുൻപാകെ നിൽക്കുമ്പോൾ. നോക്കൂ, ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു മിനിയേച്ചറാണിത്. പ്രപഞ്ചത്തിൻ്റെ മിനിയേച്ചർ. സ്പിരിച്വൽ റിലമുണ്ട്, ആത്മീക തലങ്ങളുണ്ട്, ഫിസിക്കലായിട്ടുള്ള തലങ്ങളുമുണ്ട്, ഭൗതികമായ തലങ്ങളുമുണ്ട്, ഹെവൻലി തലമുണ്ട്, സ്വർഗീയ തലമുണ്ട്, ടെമ്പറലായിട്ടുള്ള ഭൗതികമായ തലവും ഉണ്ട്. അപ്പോൾ സ്വർഗവും ഭൂമിയും മനുഷ്യന്റെ ആത്മീയതയും ഭൗതികതയും ഇത് മുഴുവനും സമന്വയിക്കുന്ന പ്രപഞ്ചത്തിന്റെ ഒരു മിനിയേച്ചറായിട്ട് നിൽക്കുന്ന ഈ വലിയ നിർമ്മിതിയിൽ ഒന്നുമില്ലാത്തവനാണ് ഞാൻ. എനിക്ക് അത്രത്തോളം വിനയം വേണം, താഴ്മ വേണം. ദൈവമേ, നിന്റെ ശ്രേഷ്ഠതയ്ക്ക് മുമ്പാകെ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഒന്നുമല്ലേ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ആ ഒരു വിചാരം ഈ സ്നേഹിത എന്നുള്ള വിളി കേൾക്കുമ്പോൾ നമുക്കുണ്ടാകണം. കാരണം അത്രത്തോളം വിനയാന്വിതനായ ദൈവം നമ്മളെ അത്രത്തോളം ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. നോക്കൂ, അടുത്തൊരു തലം കൂടെ ഈ സ്നേഹിത എന്ന വിളിയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇവിടെ ശിഷ്യന്മാരാരെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്തോ? ഞങ്ങളെ തുല്യരായിട്ട് കണക്കാക്കണം,
ഇനി മുതൽ നീ ഞങ്ങളെ ശിഷ്യന്മാരെ, പന്തിരുവരെ എന്നൊന്നും വിളിച്ചേക്കരുത്, ഇനി മുതൽ ഞങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിക്കണം എന്ന് ശിഷ്യന്മാരാരെങ്കിലും ആവശ്യപ്പെട്ടോ? ഇല്ല. കർത്താവാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത്. കർത്താവാണ് ആദ്യ ചുവട് വെക്കുന്നത്. ഈ ആദ്യ ചുവടെന്ന് പറയുന്നത് ശ്രദ്ധേയമാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ കരുതുന്നു, അവൻ ആദ്യ ചുവടുകൾ വെക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാം വാക്യത്തിൽ നമുക്ക് സുപരിചിതമായ ആശയം ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തിലുള്ളവരെല്ലാം കൂടെ ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ടാണോ ദൈവം സ്നേഹിച്ചത്? അല്ല. ദൈവം ആദ്യ ചുവടുകൾ വെച്ചു. ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യ ചുവടുകൾ. ഈ ആദ്യ ചുവടുകൾ ദൈവം സ്നേഹപൂർവ്വം വെക്കുന്നു എന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. ഇതേ കാര്യം യോഹന്നാൻ ശ്ലീഹ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 4-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നു, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു, അതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. അവനാണ് ആദ്യ ചുവടുകൾ വെക്കുന്നത്. സൃഷ്ടിയുടെ ചരിത്രത്തിൽ ഉടനീളം നമുക്കിങ്ങനെ ആദ്യ ചുവടുകൾ വെക്കുന്ന ഒരു ദൈവത്തെ കാണാൻ കഴിയും. ആദാമും ഹവ്വ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, അവര് ദൈവത്തോട് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചോദിച്ചു വാങ്ങിച്ചതൊന്നുമല്ല ഈ പ്രകൃതിയും ഏദൻ തോട്ടവും ഒന്നും. ദൈവം അവർക്ക് കൊടുക്കുകയാണ്. കായേൻ സ്വന്തം സഹോദരനായ ഹാബേലിനെ കൊന്നു. പക്ഷെ കായേന്റെ മേൽ ആരും കൈവെക്കരുത് എന്ന് വിചാരിച്ച് ദൈവം ഒരു അടയാളം വെക്കുന്നുണ്ട്. നീ ഉപദ്രവകാരിയാകാം, ശല്യക്കാരനാകാം, ബഹളക്കാരനാകാം, വഴക്കാളിയാകാം, പക്ഷേ നിന്നെ ഉപദ്രവിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. നീ ദൈവ സൃഷ്ടിയാണ്. നോഹ, ആ തലമുറയിലുള്ളവരെല്ലാവരും പാപത്തിന്റെ വഴികളിലേക്ക് പോയപ്പോൾ നീതിയോടെ ജീവിച്ചൊരു മനുഷ്യൻ നോഹയോട് പറയുകയാണ്, ഒരു പ്രളയമുണ്ടാകും, ഒരു പെട്ടകമുണ്ടാക്കണം. നോഹയുടെ മനസ്സിൽ ഒരിക്കലും അത് തോന്നിയിട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയിലുണ്ട്. നോഹയെ മുന്നോട്ട് വെച്ചിട്ട് എല്ലാവരോടും പറയണം, ഒരു പ്രളയമുണ്ടാകും, നമ്മൾ പാപ വഴികളൊക്കെ വിട്ട് നന്മയിലേക്ക് വന്നാൽ ഇതെല്ലാം മാറും, ഒരു നല്ല കാലമുണ്ടാകും. ഒരാളെ മുന്നോട്ട് വെക്കുകയാണ്. നോഹയ്ക്ക് ഒരു പ്ലാനും ഇല്ല, ഇതെങ്ങനെ ഉണ്ടാക്കണം, ഈ ആർക്ക് പെട്ടകം എങ്ങനെ ഉണ്ടാക്കണം. പക്ഷെ ദൈവം കൃത്യമായിട്ട് നീളവും വീതിയും എല്ലാ കണക്കുകളും പറഞ്ഞു കൊടുത്ത് നോഹയ്ക്ക് പണിത് കൊടുക്കുകയാണ്. നമുക്ക് നൽകിയിരിക്കുന്ന ബുദ്ധിയൊക്കെ ഇങ്ങനെയാണെന്നേ. നമ്മൾ വിചാരിക്കും നമ്മുടെ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പഠനം കൊണ്ടോ നമ്മുടെ മാതാപിതാക്കളുടെ ബുദ്ധി കൊണ്ടോ ഒക്കെ നമുക്ക് കിട്ടിയതാ. നല്ല, ഇത് ദൈവത്തിന്റെ ഒരു ദാനമാണ്. ദൈവം നൽകുന്നതാ, ദൈവം ബലപ്പെടുത്തുന്ന. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ എല്ലാവിധമായ അനുഭവ പരിചയങ്ങളും അക്കാദമിക നിലവാരത്തിലെ എല്ലാ പ്രോഗ്രസ്സുകളും ഒക്കെ ഉപയോഗിച്ചാലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത, നല്ലൊരു മാർഗം കണ്ടെത്താൻ കഴിയാത്ത സന്ദർഭങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെയൊക്കെ ഒരു ദൈവ വെളിച്ചം, ഒരു ചെറിയ പ്രകാശമൊക്കെ, ഒരു അറിവൊളി നമുക്ക് വന്ന് ഓക്കെ അതാണ് ശരി എന്ന് തോന്നുന്നതിന് കാരണം എന്താ? ദൈവം ഇടപെടുന്നുണ്ട്. ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആദ്യ ചുവടുകൾ വെക്കുന്നുണ്ട്. ഈ മോശ ഇസ്രായേൽ ജനതയെ, എബ്രായ ജനതയെ ഈജിപ്തിൽ നിന്നും കനാനിലേക്ക് കൊണ്ടുവരുവാൻ നിയോഗിതനായി. അപ്പോൾ ഈ മോശയ്ക്ക് ദൈവം ഈ ഏർപ്പാട്, ഈ കൃത്യം, ഈ ദൗത്യം നിർവഹിക്കുന്നതിനാവശ്യമായ ഒരു നിയോഗം നൽകുകയാണ്. അപ്പോൾ മോശ പറയുകയാണ്, ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ള മനുഷ്യനാണ്, സ്റ്റാമറിംഗ് ഉണ്ട്, എനിക്ക് ശരിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ മോശയോട് ദൈവം ചോദിക്കും, നീ എന്തിനാ ഭയപ്പെടുന്നേ? മോശയ്ക്ക് തുണയായിട്ട് അഹറോനെയും മിരിയാമിനെയും നൽകുന്നുണ്ട്. അവർ കൂടെ ഉണ്ട് എപ്പോഴും. പക്ഷെ നീ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. നോക്കൂ, ദൈവം ആദ്യ ചുവടുകൾ നമുക്കായിട്ട് വെക്കുന്നുണ്ട്. ഇവിടെ സ്നേഹിത
എന്ന യേശു ഇവരെ വിളിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ നാം കാണുന്നത് ഇപ്രകാരമാണ്. 16-ാം വാക്യത്തിൽ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ ബുദ്ധി കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ബന്ധുബലം കൊണ്ടോ കുടുംബ മഹിമ കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഒന്നും ആർജിക്കുന്നതല്ല ദൈവാനുഭവം. മറിച്ച് ദൈവം നമ്മെ സ്നേഹിച്ചതിൻ്റെ പ്രതിഫലനമാണ് നാം ഇവിടെ ആയിരിക്കുന്നതും മുന്നോട്ട് പോകുന്നതും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്നാമത് ദൈവം യേശുക്രിസ്തു നമ്മെ സ്നേഹിത എന്ന് വിളിക്കുമ്പോൾ അതിൽ അന്തർലീനമായിരിക്കുന്ന സന്ദേശങ്ങൾ, അവൻ അത്രത്തോളം വിനയാന്വിതനായിട്ടാണ് സ്നേഹിത എന്ന് വിളിക്കുന്നത്. അവൻ മനുഷ്യരെ ബഹുമാനിക്കുകയും തുല്യതയിലേക്ക് ആദരണീയമായി കരുതുകയും ചെയ്യുന്നത് നമുക്കിവിടെ ദൃശ്യമാകുന്നുണ്ട്. മൂന്നാമത്, ശിഷ്യന്മാരാരെങ്കിലും എൻ്റെ കർത്താവേ ഞങ്ങളെ ഇനി മുതൽ നീ സ്നേഹിത എന്ന് വിളിക്കൂ എന്ന് പറയുന്നതിൻ്റെ പ്രതിഫലനമല്ല, മറിച്ച് അവൻ ആദ്യ ചുവട് അവർക്കായി വെക്കുകയാണ്. ആ വെക്കുന്നതാണ് നാം കാണുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ സന്ദേശമായിട്ട് എനിക്ക് ഈ വേദഭാഗത്ത് നിന്നും ഓർമ്മിപ്പിക്കുവാനുള്ളത് ദൈവത്തിൻ്റെ സ്നേഹം എന്ന തലമാണ്. അതൊരു പ്രാർത്ഥനയാക്കിയാൽ ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: ദൈവമേ, നിന്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്താ പ്രാർത്ഥന? ദൈവമേ, നിന്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. അത് നിത്യമായ സ്നേഹമാ, ഒരിക്കലും നഷ്ടപ്പെടാത്ത സ്നേഹമാ, ത്യാഗനിർഭരമായ സ്നേഹമാ, കുരിശിൽ വെളിപ്പെട്ട സ്നേഹമാ. അതൊരു ഉപാധികളുമില്ലാത്ത സ്നേഹമാണ്. അത് വിദ്വേഷത്തിൻ്റെ കനലുകൾ കത്തിക്കാത്ത സ്നേഹമാണ്. അത് കുമ്പസാരിച്ചാൽ പാപങ്ങൾ മറക്കുന്ന സ്നേഹമാണ്. അത് നിത്യമായ സ്നേഹമാണ്. അത് സ്വർഗത്തിലേക്ക് നയിക്കുന്ന സ്നേഹമാണ്. അത് ഉദാത്തമായ സ്നേഹമാണ്. ഏറ്റവും മാതൃകാപരമായ സ്നേഹമാണ്. അതുകൊണ്ട് കർത്താവേ, നീ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന എന്താ? കർത്താവേ, നീ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഞാൻ ആ പ്രാർത്ഥന ചൊല്ലിത്തരുമ്പോൾ ഏറ്റുചൊല്ലാം. ദൈവമേ, നിന്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, നിന്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, നിന്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രണ്ടാമത്, ഇവിടെ നാം കാണുന്നു സ്നേഹിത എന്നുള്ള വിളി. ഈ സ്നേഹിത എന്നുള്ള വിളി അതൊരു കൂട്ടായ്മയുടെ തലം പകരുന്നതാണ്, ഒരു കമ്മ്യൂണിയൻ ഫെലോഷിപ്പ് പകരുന്നതാണ്. 15-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം കണ്ടു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും. 4-ാമത്തെ വാക്യത്തിൽ കാണുന്നു, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഒരു കൂട്ടായ്മയുടെ തലമാണ്, ഒരു കമ്മ്യൂണിയന്റെ തലമാണ്. ഈ കൂട്ടായ്മ വളരെ സുപ്രധാനമായ ഒരു പദപ്രയോഗമാണ്. സ്നേഹത്തെക്കുറിച്ച് ഇന്ന് നമ്മുടെ യുവതലമുറ ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങൾ നമുക്ക് സുപരിചിതമാണ്. ഉദാഹരണത്തിന്, ഏറ്റവും ആത്മാർത്ഥതയുള്ള സുഹൃത്ത് എന്ന അർത്ഥത്തിൽ ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയിൽ ബെസ്റ്റി എന്നൊരു വാക്ക് പോപ്പുലറാണ്. മറ്റൊരു വാക്ക് ചങ്ക്. മറ്റൊരു വാക്ക് ഉദാഹരണത്തിന് വൈബ്. ഇപ്പം ഞാൻ പറയുന്ന ആശയങ്ങൾ ഇന്നത്തെ യുവതലമുറയ്ക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അവർ പറയും, അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് സഞ്ചരിപ്പാൻ എനിക്ക് ഇടയാകുന്നുണ്ടെങ്കിൽ അവർ പറയും, അച്ഛന് ഞങ്ങളോട് നല്ല വൈബാണ്. അപ്പോൾ ഈ വൈബ് എന്ന വാക്കിന് മുൻപും പിൻപും ഒക്കെ പല വാക്കുകളും ചേർത്ത് ഉപയോഗിക്കാറൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചില മനുഷ്യരെ കളിയാക്കുന്നതിന്, ചിലരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്. അപ്പോൾ ഈ സ്നേഹം എന്നുള്ള പദത്തിന് അങ്ങനെയൊക്കെയുള്ള ഒരർത്ഥമുണ്ട്. അതുപോലെ തന്നെ കൂട്ടായ്മയുടെ തലം. ഇന്ന് സവിശേഷമായ നിലയിൽ കൂട്ടായ്മകൾ പുതുതായി രൂപപ്പെടുന്നുണ്ട്. നമ്മളിൽ ഭൂരിപക്ഷവും കഴിഞ്ഞ സഹസ്രാബ്ദത്തിൽ ജനിച്ചവരാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നത്, അല്ലേ? 2000-ന് മുൻപ് ജനിച്ചവരല്ലേ ഭൂരിപക്ഷവും. നമ്മൾ 2 സഹസ്രാബ്ദം ജീവിച്ചിരുന്നവരാ, അല്ലേ?
2 സഹസ്രാബ്ദത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരാണ്. ഈ 25 വർഷം കൊണ്ട് 2000 to 2025 25 വർഷം കൊണ്ടുണ്ടായ മാറ്റം എത്ര വലുതായിരുന്നു. എക്സാമ്പിൾ പറഞ്ഞാൽ 2000 എന്ന വർഷത്തിൽ മൊബൈൽ ഫോൺ കയ്യിലുണ്ടായിരുന്നവർ, ഇവിടെ ഞാൻ കൈ ഉയർത്തുന്നില്ല, ഒരു ന്യൂനപക്ഷമാകാം. എന്നാൽ ഇന്നോ 2, 3 മൊബൈൽ ഫോണുണ്ട്, 4, 5 സിമ്മും ഉണ്ട്. വലിയ മാറ്റമാണ്. 2000 നമ്മൾ കഴിച്ചിരുന്ന ഭക്ഷണങ്ങളൊന്ന് നോക്കിക്കേ. ഇപ്പം ഉദാഹരണത്തിന് ഒരു ബേക്കറിയിലേക്ക് നമ്മൾ പോയി 4 മണിക്കൊരു ചായ കുടിക്കണം. നമ്മുടെ മുമ്പാകെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലയടയോ ഉഴുന്നുവടയോ പപ്സ് ഇതൊക്കെയായിരുന്നു. പക്ഷെ ഇന്നിപ്പോഴോ വൈവിധ്യങ്ങളായി പുതിയ പുതിയ ട്രെൻഡുകൾ വരികയാണ്. കഴിഞ്ഞ മാസത്തെ ട്രെൻഡ് എന്താ? ഇറാനി ചായയും ബൺമസ്കയും പുതിയത് വരികയാണ്. ഒരു ഹോട്ടലിൽ പോയി വൈകുന്നേരം ഒന്ന് ഭക്ഷണം കഴിക്കണം. നമ്മുടെ മനസ്സിൽ പണ്ട് കാലത്ത് മുതലേ വരുന്നത് എന്നാ പോട്ട് ലക്ഷൂറിയസ് ആയിട്ട് കഴിക്കണമെങ്കിൽ പൊറോട്ടയും ഇറച്ചിക്കറിയും പാലപ്പവും സ്റ്റൂവും ഇങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ ഇന്നോ അൽഫാം, കുഴിമന്തി, അതിൻ്റെ തന്നെ എത്രയോ വെറൈറ്റികളാണ് ഉള്ളത് അല്ലേ? എത്രയോ വെറൈറ്റികൾ. മനുഷ്യന്റെ വസ്ത്രത്തിൽ പോലും ഉണ്ടായിട്ടുള്ള വൈവിധ്യങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. മനുഷ്യർക്ക് ഇന്നത്തെ ഒരു ലോകത്ത് പുതിയ കൂട്ടായ്മകൾ ധാരാളമായി രൂപപ്പെടുന്നുണ്ട്. നമ്മൾ ഒരു MC റോഡിൻ്റെ ഏതെങ്കിലും MC റോഡിൽ ഇപ്പോൾ ഉദാഹരണത്തിന് അടൂർ മുതൽ കോട്ടയം വരെ പോകുന്നു, അല്ലെങ്കിൽ പരുമലയിൽ നിന്നും തിരുവല്ല വരെ പോകുന്നു. ഈ വഴിയരികിൽ എത്രയോ പുതിയ പുതിയ കടകൾ, ചായക്കടകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ചായക്കടകൾ. അവിടെ തന്നെ പലതരത്തിലുള്ള ചായകൾ കിട്ടും. ഒരു 4 മണിയാകുമ്പോൾ നമ്മളൊന്ന് ചെന്നാൽ മതി, എത്രയോ മനുഷ്യരാണ് അവിടെ ചേർന്ന് വരുന്നത്. എല്ലാ ദിവസവും അവിടെ നിന്ന് ചായ കുടിക്കുന്ന മനുഷ്യരുണ്ട്. എത്രയോ പുതിയ പുതിയ സംഘങ്ങൾ, കൂട്ടായ്മകൾ രൂപപ്പെടുന്നു. നമ്മുടെ നാട്ടിൽ 1-2 പാർട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. മിക്കവാറും പഞ്ചായത്തുകളിൽ, നഗരസഭകളിൽ, അല്ലെങ്കിൽ നിയമസഭയിലുമൊക്കെ 1-2 പാർട്ടികൾ, ഇരു മുന്നണികളുടെ പോരാട്ടം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഒത്തിരി മുന്നണികൾ വന്നു, സഖ്യങ്ങൾ വന്നു. ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ നോക്കിക്കേ, നമുക്ക് എത്രയോ ഫ്രണ്ട്സ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഫ്രണ്ട്സ് ഉണ്ട്, ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന തലം നമ്മൾ നേരിട്ട് കാണുന്നു, സംസാരിക്കുന്നു, ഒരേ ക്ലാസ്സിൽ പഠിച്ചു വളർന്നു എന്ന തലത്തിൽ നിന്നും മാറി വിപുലമായി ഒരു ഡിജിറ്റൽ സ്പേസിലേക്ക്, നമ്മുടെ കണ്ണുകൊണ്ട് കാണാനൊക്കാത്ത ഒരു സ്പേസിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ലോകത്ത് കൂട്ടായ്മയുടെ തലം സവിശേഷമാണ്. കൂട്ടായ്മയുടെ, കമ്മ്യൂണിയന്റെ, ഫെലോഷിപ്പിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയായി പരിശുദ്ധ സഭ പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധ തൃത്വത്തെയാണ്, ഹോളി ട്രിനിറ്റിയെയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഏകദൈവം, 3 ആളത്തങ്ങൾ. അവരെ തമ്മിൽ സംയോജിപ്പിക്കുന്ന കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഡിവിനിറ്റിയാണ്, ദൈവത്വം. ഈ ദൈവത്തിൻ്റെ 3 ആളത്തങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നതിന് ഉള്ള ഒരു ഗ്രീക്ക് പദപ്രയോഗമുണ്ട്, പെരികോറസിസ്. ദ ഡിവൈൻ ഇൻഡ്വെല്ലിംഗ്, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ഡാൻസ്. മൂവരും ചേർന്ന് പങ്കാളിത്തത്തിൽ, സ്നേഹത്തിൽ സമന്വയിച്ച് മുന്നോട്ട് പോകുന്ന അതിശ്രേഷ്ഠമായൊരു തലം. അതുകൊണ്ട് കൂട്ടായ്മകളുടെ എല്ലാം ഒരു മാതൃക, പാരഡൈം എന്ന് പറയുന്നത് ഹോളി ട്രിനിറ്റിയാണ്. ഈ കൂട്ടായ്മയുടെ ഭൗതികമായ തലമായിട്ട് ദൈവം ആവിഷ്കരിക്കുന്നതാണ് കുടുംബം. നോക്കിക്കേ, ആദാമിന് തക്ക തുണയെ ദൈവം കൊടുത്തു. തക്ക തുണ. ആദാമിന്റെ തലയിൽ നിന്നല്ല ഹവ്വായെ സൃഷ്ടിച്ചത്, കാരണം തലേ കയറി നിരങ്ങരുത്. ആദാമിന്റെ കാൽപാദത്തിന് കീഴിലുമല്ല. കാരണം എന്താ? ആദാം ഒരിക്കലും ചവിട്ടി താഴ്ത്തരുത്. ആദാമിന് തുല്യമായിട്ട്, ഈക്വലായിട്ട്. അപ്പൊ അവര് തമ്മിൽ സ്നേഹത്തിൽ, സൗഹാർദ്ദത്തിൽ, പങ്കുവെക്കലിൽ, കരുതലിൽ ഒന്നിച്ചു പോകണം. തക്ക തുണ, സ്യൂട്ടബിൾ കമ്പാനിയൻ. എനിക്കറിയാം ഇവിടെ ഒത്തിരി പേര് മക്കൾക്ക് നല്ല കമ്പാനിയനെ കിട്ടണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ വന്നിട്ടുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കാം. ദൈവമേ, അവരുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏറ്റവും അനുയോജ്യരായ ജീവിത പങ്കാളികളെ കാണിച്ചു കൊടുക്കണമേ.
അങ്ങനെ അനുഗ്രഹീതമായ കുടുംബങ്ങൾ രൂപപ്പെട്ട ഈ ലോകത്തിൽ നന്മയുടെ പ്രകാശം വിതറുവാൻ, അനുഗ്രഹീതരായ സന്താനങ്ങളെ ലോകത്തിന് നൽകുവാൻ, സഭയ്ക്ക് നൽകുവാൻ അവർക്കിടയാകണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാം. അപ്പോൾ ദൈവം ആ പരിശുദ്ധ തൃത്വത്തിൻ്റെ പ്രതിഫലനമായി കുടുംബത്തെ ഈ ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂട്ടായ്മ, തക്ക തുണ. സൃഷ്ടിയിലുടനീളം, ചരിത്രത്തിലുടനീളം ദൈവം ഈ കൂട്ടായ്മയുടെ മാഹാത്മ്യത്തെ മനോഹരമായി ചിത്രീകരിക്കുന്നുണ്ട്. മനുഷ്യൻ ഏകാന്തനായിരിക്കുന്നത്, ഒറ്റപ്പെട്ട് കഴിയുന്നത് അത്രത്തോളം ദൈവത്തിന് പ്രിയങ്കരമല്ല. ഒറ്റപ്പാട് അല്ലെങ്കിൽ ഏകാന്തത അനുഭവിക്കുന്നവരുടെ വേദന, ഐസൊലേഷൻ അനുഭവിക്കുന്നവരുടെ വേദന പറഞ്ഞറിയിക്കാനൊക്കത്തില്ല. അത്രത്തോളം തീവ്രമായ വേദനയാണ് ഈ ഏകാന്തത അനുഭവിക്കുന്നവരെ സംബന്ധിച്ച്. പലപ്പോഴും അവർ നിരാശയുടെ പടുകുഴിയിലേക്ക്, ആരും തുണയ്ക്കായിട്ടില്ല എങ്കിൽ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണ് പെട്ടെന്ന് അവർ മരണത്തിലേക്ക് ഇങ്ങനെ ചുവടുകൾ വെച്ച് അടുക്കും. അതുകൊണ്ട് ഏകാന്തത, ഒറ്റപ്പെടൽ, അത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നോക്കൂ, ദൈവം ആദാമിനെയും ഹവ്വായും സൃഷ്ടിച്ചു, തക്ക തുണയെ കൊടുത്തു, അവരുടെ ഏകാന്തതയെ മാറ്റി സഹവർത്തിത്വം കൊടുത്തു. പിന്നീട് നാം ചരിത്രത്തിലുടനീളം ദൈവം ഈ കൂട്ടായ്മയുടെ മാഹാത്മ്യം മനോഹരമായി ചിത്രീകരിക്കുന്നത് കാണുന്നുണ്ട്. യേശു 12 പേരെ തെരഞ്ഞെടുത്തു. 12 പേരെ ശിഷ്യന്മാരിൽ നിന്നും പ്രാർത്ഥനാപൂർവം 12 പേരെ തെരഞ്ഞെടുത്തു. 12. അവരിൽ നിന്നും ഒരുവൻ നഷ്ടമായി പോയി. ആരാ നഷ്ടമായി പോയേ? അതെ, 12 പേരിൽ നിന്ന് ഒരാൾ പോയി. ആരാ? യൂദ. എന്നാ ഇനി മുതൽ 11 മതി. അങ്ങനെയാണോ? മറ്റൊരാളെയും കൂടെ ചേർത്തു. ആരെയാ? മത്ഥ്യാസിനെ ചേർക്കുന്നതിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുവിൻ്റെ സ്നാനം മുതൽ അവൻ്റെ സ്വർഗാരോഹണം വരെ ഈ ശിഷ്യ സമൂഹത്തിൻ്റെ ഭാഗമായി നിന്ന് ഇതിനെയെല്ലാം കണ്ട് മനസ്സിലാക്കിയ ഒരുവൻ, അല്ലാതെ പുതിയൊരു ശിഷ്യനല്ല. ഇതെല്ലാം കണ്ട് ഉയർച്ച താഴ്ചകൾ മനസ്സിലാക്കി, ഋതുഭേദങ്ങൾ മനസ്സിലാക്കി, എല്ലാവിധമായ പ്രതിസന്ധികളും സന്തോഷങ്ങളും മനസ്സിലാക്കി ഒരേപോലെ ഈ ശിഷ്യ സമൂഹത്തോടൊപ്പം ചേർന്ന് നടന്ന മത്ഥ്യാസിനെ. അപ്പോൾ 12 പേർ എന്ന സംഖ്യയ്ക്ക് പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം മനസ്സിലാക്കി നഷ്ടപ്പെട്ടു പോയ ഒരുവന് പകരം ഒരുവനെ ചേർത്ത് പിടിക്കുന്നു. ഇനി 70, 72 കാണുന്നുണ്ട്. അറിയിപ്പുകാരെ അയക്കുന്നു. ഈ അറിയിപ്പുകാരെ അയക്കുമ്പോൾ അവരെ എങ്ങനെ അയക്കുന്നത്? ഒറ്റക്കൊറ്റയ്ക്കാണോ അയക്കുന്നേ? എങ്ങനെ അയക്കുന്നേ? ഈ 2 ഒരു പെയറായിട്ട് അയക്കുന്നേ. എന്തുകൊണ്ടാണ് ഈ പെയറായിട്ട് അയക്കുന്നേ? ഒരാൾക്ക് ഒരിടത്ത് ചെന്നപ്പോൾ പ്രസംഗിക്കാൻ സാഹചര്യം കിട്ടി, ഒരു വാക്ക് പ്രസംഗിച്ചപ്പോൾ എന്തോ ഒരു തെറ്റു വന്നപ്പോൾ തിരുത്തണം, കൂടെ ഒരാൾ വേണം. ഒരാൾക്ക് പനിയാകുമ്പോൾ കരുതാൻ ഒരാൾ വേണം. ഒരാൾക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ അറിയത്തില്ല, അറിയാവുന്ന ഒരുവൻ വേണം. ഒരാൾക്ക് ഈ സ്ഥലങ്ങളെക്കുറിച്ച് വലിയ പരിചയമില്ല, പരിചയമുള്ള ഒരുവൻ വേണം. ഒരാൾക്ക് ഭാഷാപരമായ വ്യുൽപ്പത്തിയില്ല, ഭാഷാപരമായി വ്യുൽപ്പത്തിയുള്ള ഒരുവൻ വേണം. ഒരാൾക്ക് എഴുതുമ്പോൾ അക്ഷരം അത്ര ഭംഗിയുള്ളതല്ല, പക്ഷെ ആശയങ്ങളെല്ലാം ഉണ്ട്. അക്ഷരം ഭംഗിയായിട്ട് എഴുതാൻ ഒരുവൻ വേണം. ഒരുവൻ എപ്പോഴും മറന്നു പോകാറുണ്ട്, മറന്നു പോകാതെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഒരുവൻ വേണം. നോക്കൂ, മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവത്തെയാ കാണുന്നേ. ഒരിക്കലും വിഘടിച്ചു പോവുകയല്ല, രണ്ടായി മാറുകയല്ല, പരസ്പരം ചേർത്ത് നിർത്തുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, തിരുത്തുന്ന, ഒന്നു ചേർന്ന് നിൽക്കുന്ന മനോഹരമായ അന്തരീക്ഷം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഈ 2 പേരായിട്ട്, ഈ 2ആയിട്ട് പോകുമ്പോൾ അവർ പറയുന്ന സാക്ഷ്യത്തിന് ബലം കൂടും. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ, ആ പറഞ്ഞ കാര്യത്തെ, സ്റ്റേറ്റ്മെന്റിനെ പ്രൂവ് ചെയ്യാൻ, അത് വിറ്റ്നസ് ചെയ്യാൻ ഒരുവൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബലമാകും. അപ്പോൾ ആ ഒരു തലം കൂടെയുണ്ട്, ചേർത്ത് നിർത്തിപ്പോവുകയാണ്. കർത്താവായ യേശു ക്രിസ്തു സ്നേഹിതരേ എന്ന് അവരെ വിളിക്കുമ്പോൾ അതിൽ അന്തർലീനമായിരിക്കുന്ന ആശയം ഈ കൂട്ടായ്മയുടെ തലമാണ്. ഇന്ന് പുതിയൊരു വിധത്തിൽ കൂട്ടായ്മ നമ്മുടെ ഇടവകകളിൽ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞൊരു 10 വർഷം മുമ്പിലത്തെ ഒരു സാഹചര്യം നാം നോക്കിയാൽ,
ക്രിസ്തുമസ് കരോൾ മിക്കവാറും യുവാക്കളുടെ ഒരു മേഖലയായിരുന്നു. പള്ളിയിലെ യുവജന പ്രസ്ഥാനാംഗങ്ങളുടെ നേതൃത്വത്തിൽ അവര് ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് കരോൾ ഇറങ്ങും. അവർ തന്നെയാണ് കൊട്ടുന്നത്, അവർ തന്നെയാണ് എന്തെങ്കിലും സംഭാവനകൾ ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്നത്, എല്ലാം അവർ തന്നെ. എന്നാൽ ഇന്ന് ട്രെൻഡ് മാറി. പള്ളികളിലെ കരോളുകളിൽ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും വിവിധ പ്രായത്തിലുള്ളവർ, അതായത് ആബാലവൃദ്ധം ജനങ്ങൾ അതിൽ പങ്കെടുക്കാൻ തുടങ്ങി. കുറച്ചുകൂടി ഇൻക്ലൂസീവായി യുവാക്കളൊക്കെയും പല നാടുകളിലേക്കും പോകുമ്പോൾ ചുരുക്കം ചില യുവാക്കൾ, മിക്കവാറും കരോളിന്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് കാണാം കൊച്ചു കുട്ടികളൊക്കെയാണ് ഡ്രം കൂട്ടുന്നത്, സ്ത്രീകളും പെൺകുട്ടികളും. അതിനകത്ത് ക്രിസ്മസ് ഫാദേഴ്സ് എന്ന സങ്കല്പം ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പെൺകുട്ടികളൊക്കെ മാസ്ക് ഇട്ട് ക്രിസ്മസ് മദേഴ്സ് ആയിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പൊ സാഹചര്യം മാറി, ഒരു പുതിയ കൂട്ടായ്മ വരികയാണ്. പണ്ട് പലർക്കും പള്ളികളിലെ വീടുകളെല്ലാം അറിയുമായിരുന്നില്ല. എന്നാൽ ഇന്ന് 20 ദിവസം കരോളുള്ള പള്ളികളുണ്ട്. 20 ദിവസവും കരോളിന് പോയി എല്ലാ വീടും പരിചയപ്പെടുന്നവരായി മാറി. പരസ്പരം ധാരണയായി, എല്ലാവർക്കും എല്ലാ വീടുകളും അറിയാം. വളരെ കൃത്യമായിട്ട് ഇങ്ങനെയൊരു സംവിധാനം കരോളിൽ കൂടി രൂപപ്പെട്ടു. നമ്മുടെ പെരുന്നാളാചരണങ്ങൾ ഒരു സമയത്ത് പള്ളിയിലെ ട്രസ്റ്റിയും സെക്രട്ടറിയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരുന്നത് എങ്കിൽ ഇന്ന് അതൊക്കെയും മാറി, എല്ലാവരും പങ്കെടുക്കുന്നു. നമ്മുടെ ആധ്യാത്മിക സംഘടനകൾ നോക്കൂ. സൺഡേ സ്കൂളും യുവജന പ്രസ്ഥാനവും മാർത്തമറിയം സമാജവും മാത്രമായിരുന്ന നമ്മുടെ ആധ്യാത്മിക സംഘടനകൾ വിപുലപ്പെട്ടു. നോക്കൂ, സെന്റ് ഡൈനീഷ്യസ് ഫോറം, സെന്റ് ജോസഫ് ഫോറം, ഇനി പുതിയ പുതിയ ഫോറങ്ങളും വന്നേക്കാം. മനുഷ്യർ കൂട്ടായ്മയിലേക്ക്, സഹകരണത്തിലേക്ക് വരുന്നു. 1960കളിൽ ഗൾഫിലേക്കും മലേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കും ഒക്കെ പോയിരുന്ന മനുഷ്യരൊക്കെയും അവരുടെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് തിരികെ വന്നപ്പോൾ ഈ പരിമലയുടെ മണ്ണിൽ തന്നെ ഒരു വർഷം എത്രയോ മുൻപ് പ്രവാസികളായിരുന്നവരുടെ സംഗമങ്ങളാണ് നടക്കുന്നത്. ഒറ്റപ്പെട്ട് കഴിയാൻ മനുഷ്യരാഗ്രഹിക്കുന്നില്ല. കൂട്ടായ്മയുടെ പുതിയ തലങ്ങൾ. നമ്മളൊക്കെ വിചാരിച്ചു നമ്മുടെ മക്കളൊക്കെ ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലാൻഡിലേക്കും അയർലൻഡിലേക്കും കാനഡയിലേക്കും ഒക്കെ പോയാൽ അവരൊക്കെ അവിടെ മടി പിടിച്ചിരിക്കുമെന്നില്ല. എത്രയോ പുതിയ കോൺഗ്രിഗേഷനുകളും പള്ളികളുമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. ഇവിടെ നിന്നും പോകുന്നവർക്ക് അത്ഭുതാവഹമായ രീതിയിൽ അവർ ദേവാലയ സംവിധാനങ്ങൾ ചെയ്യുന്നു, ആരാധനകൾ നിർവഹിക്കുന്നു. മുടങ്ങാതെ യാമപ്രാർത്ഥനകളൊക്കെ നടക്കുന്ന ഇടങ്ങളായിട്ട്, പ്രാർത്ഥനാലയങ്ങളായിട്ട് മാറിയിരിക്കുന്നു. മനുഷ്യരൊരിക്കലും ഒറ്റപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ഏകാന്തതയിലാകുവാൻ ആഗ്രഹിക്കുന്നില്ല. കൂട്ടായ്മകൾ പുതുത് രൂപപ്പെടുന്നത് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധനായ പൗലോസ് ലീഗ അദ്ദേഹത്തിന്റെ മിഷൻ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തോട് സഹകരിച്ച ആളുകളെ ഓർത്തെടുക്കുന്നുണ്ട്. ഏകദേശം 40-ലധികം ആളുകളുടെ പേരുകളാണ് പൗലോസ് പരാമർശിക്കുന്നത്. എൻ്റെ കൂട്ടാളികളായിരുന്നവർ, ക്രിസ്തുവിൽ സഹകാരികളായിരുന്നവർ, ചേർന്ന് നിന്നവർ, കൂട്ടുപ്രവർത്തകർ. എന്താ, ഈ കൂട്ടായ്മയുടെ അന്തരീക്ഷമില്ലെങ്കിൽ നമ്മൾ മുരടിച്ചു പോകും, നമ്മൾ തളർന്നു പോകും. അതുകൊണ്ട് സ്നേഹനിർഭരമായ ഒരു കൂട്ടായ്മയുടെ അന്തരീക്ഷം ഇവിടെ രൂപപ്പെടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കർത്താവിനോടുള്ള ബന്ധത്തിൽ മാത്രമാണ് സാധ്യമാവുക എന്നും ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ സന്ദേശമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കൂട്ടായ്മയുടെ മഹത്വമാണ്. ഇനി ഈ കൂട്ടായ്മയുടെ ഏറ്റവും ഉദാത്തമായ തലമായി നമ്മുടെ ആരാധനാവേള നാം നിർവഹിക്കാറുണ്ട്. നമ്മൾ ആരാധിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഓർത്തഡോക്സ് സഭയുടെ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വൈദികർ മാത്രമല്ല, ഏകാംഗമല്ല, മറിച്ച് കോർപ്പറേറ്റ് ആണ്, കമ്മ്യൂണിറ്റിയാണ്. ഒന്നു ചേർന്ന് ആരാധിക്കുക, ഇൻ വൺ അക്കോർഡ്, ഒരേ സ്വരത്തിൽ, ഇൻ യൂണിസൺ, ഒരേ ശബ്ദത്തിൽ ദൈവത്തെ ആരാധിക്കുകയാണ്. എല്ലാവരും കൂടെ ചേർന്ന് പാട്ട് പാടുകയാണ്. എത്ര മനോഹരമായ അന്തരീക്ഷമാണ് അതിലൊക്കെയും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരാരാധനാ നിമിഷം ഉണ്ടാകുന്നത് ദുഃഖവെള്ളിയാഴ്ചയിൽ 6-ാം മണിയും 9-ാം മണിയും ഒക്കെ എത്തുമ്പോഴാണ്. കാരണം പള്ളിയിൽ എല്ലാവരും ഉണ്ട്, എല്ലാവരുടെ കയ്യിലും പുസ്തകമുണ്ട്, എല്ലാവരും ഒന്ന് ചേർന്ന് ആ പാട്ടുകളൊക്കെ പാടുമ്പം എത്ര മനോഹരമാണ് അത് ഓരോന്നും. അതുകൊണ്ട് നമ്മുടെ ആരാധന അതിലും സുപ്രധാനമായിട്ട് നിലകൊള്ളുന്നത് വിശുദ്ധ കുർബാനയാണ്. കുർബാന കൂട്ടായ്മയുടെ ഏറ്റവും ഉദാത്തമായ തലമാണ്. കർത്താവിന്റെ തിരുശരീര രക്തങ്ങളിലെ പങ്കാളിത്തം
അതിൽ വീഞ്ഞ്, അപ്പം. ഈ വീഞ്ഞെന്ന് പറയുന്നത് ലോകത്തുള്ള ഏതൊക്കെയോ മുന്തിരിത്തോട്ടങ്ങളിലെ മുന്തിരികളിൽ നിന്നും എടുത്ത് അത് പിഴിഞ്ഞ് ചതച്ച് മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്വാഭാവികമായ ഒരു ഭാവമായിട്ട് അവൻ ഉൽപ്പാദിപ്പിച്ചത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച്, അപ്പം നോക്കിക്കേ, ഏതൊക്കെയോ ഗോതമ്പ് പാടങ്ങളിൽ ഏതൊക്കെയോ കർഷകർ വെയിലത്ത് കഷ്ടപ്പെട്ടത് അത് കൃഷിസ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് അത് മർദ്ദനം ഏൽപ്പിച്ച് ഒരപ്പമായിട്ട് രൂപപ്പെടുത്തി കാഴ്ചയായി സമർപ്പിക്കുന്നു. കൂട്ടായ്മയുടെ അനുഭവമാണ്. എത്ര മനോഹരമാണ് നമ്മുടെ ആരാധന! എത്ര മനോഹരമാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്കായി ആവിഷ്കരിച്ച വിശുദ്ധ കുർബാനയുടെ തലം! അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ കൂട്ടായ്മയുടെ ആനന്ദം ഒരിക്കലും നഷ്ടമാക്കി കളയരുത്. സ്നേഹിത എന്ന വിളിയിൽ അന്തർലീനമായിരിക്കുന്ന രണ്ടാമത്തെ സന്ദേശം അതാണ്. കർത്താവേ, കൂട്ടായ്മയുടെ ആനന്ദത്തിലേക്ക് ഞങ്ങളെ നയിക്കണം. ഇവിടെ ആനന്ദമുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ഈ കൂട്ടായ്മയുടെ ആനന്ദത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് രണ്ടാമതായി നമ്മളിൽ നിന്നും ഉണ്ടാകേണ്ടത്. ഒന്നാമത്തെ പ്രാർത്ഥന നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ദൈവമേ, നിന്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രണ്ടാമത്തത്, ദൈവമേ, കൂട്ടായ്മയുടെ ആനന്ദത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അത് ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. ദൈവമേ, കൂട്ടായ്മയുടെ ആനന്ദത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ദൈവമേ, കൂട്ടായ്മയുടെ ആനന്ദത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ദൈവമേ, കൂട്ടായ്മയുടെ ആനന്ദത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം നമ്മോട് ആ കൂട്ടായ്മയുടെ അനുഭവം അവൻ പകർന്നു തന്ന അതിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നു. മൂന്നാമത്തെ തലം, ഇവിടെ സ്നേഹിത എന്ന വിളിയിൽ അന്തർലീനമായിരിക്കുന്നത് മൂന്നാമത്തെ ആശയം, നിഷ്ക്രിയരായിട്ട് നിൽക്കാനല്ല, സജീവരായിട്ട് ഈ ലോകത്തിൽ പ്രവർത്തിപ്പാനാണ് നമ്മെ നിയോഗിച്ചിരിക്കുന്നത് എന്ന ധാരണയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, അതിന്റെ 2-ാമത്തെ ഭാഗത്ത് കാണുന്നുണ്ട്, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടുന്നതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ പോയി ഫലം കായ്ക്കണം, ആ ഫലം നിലനിൽക്കണം, അതിനുവേണ്ടി നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ഗോഡ് ക്രിയേറ്റഡ് ഹ്യൂമൻ ബീയിങ് ഇൻ ഹിസ് ലൈക്ക്നെസ് ഇമേജ്. ദൈവം അങ്ങനെ സൃഷ്ടിച്ചു എങ്കിൽ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും ഉദാത്തമായ ഒരു വരദാനം ക്രിയേറ്റിവിറ്റിയാണ്, ക്രിയാത്മകത, ക്രിയേറ്റിവിറ്റി. നോക്കൂ, ഈ പ്രസംഗപീഠം ഈ മോഡലിലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പക്ഷേ മലങ്കര സഭയിലുള്ള 2000 പള്ളികളിൽ നോക്കിയാലും 2000 പള്ളികളിൽ ചിലപ്പം 10 പള്ളികളിലായിരിക്കും ഈ മോഡലിലുള്ളത്. ബാക്കി പള്ളികളിലെല്ലാം വൈവിധ്യമാർന്ന രീതിയിലാണ്. നമ്മുടെ ടെക്നോളജി നോക്കിക്കേ, ഈ ഫാൻ നോക്കിക്കേ, ഒരു ചിത്രം നോക്കിക്കേ, ഈ ലൈറ്റിന്റെ അറേഞ്ച്മെന്റ് നോക്കിക്കേ, വാഹനങ്ങൾ നോക്കിക്കേ, നമ്മുടെ കയ്യിലുള്ള വാച്ച് നോക്കിക്കേ, നമ്മുടെ കയ്യിലുള്ള ബാഗ് നോക്കിക്കേ, വൈവിധ്യമുണ്ട്. എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിയാണ്, മനുഷ്യന്റെ സർഗാത്മകത. എല്ലാവരും മീൻകറി വെക്കാറുണ്ട്, പക്ഷെ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും പുരുഷന്മാരുമാകട്ടെ മീൻകറി വെക്കുമ്പോൾ എല്ലാവരുടെയും മീൻകറിക്ക് ഓരോ രുചിയാണ്, ഓരോ രുചി. എല്ലാവരും ചോറ് വെക്കാറുണ്ട്, കഞ്ഞി വെക്കാറുണ്ട്, പക്ഷെ കഞ്ഞി വെക്കുമ്പോൾ ലോകത്തുള്ള എല്ലാവരുടെയും കഞ്ഞിക്ക് ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റി വ്യത്യാസമാണ്, വൈവിധ്യങ്ങളുണ്ട് അതിൻ്റെ വേവിൽ. മനുഷ്യർ മുടി ചെയ്യുന്നത്, വസ്ത്രം ധരിക്കുന്നത്, വൈവിധ്യങ്ങളുണ്ട്, ഡൈവേഴ്സിറ്റി ഉണ്ട്, വൈവിധ്യങ്ങൾ. അത് ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യന്റെ ക്രിയാത്മകതയാണ്, ക്രിയേറ്റിവിറ്റി. ഇത് ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. ഈ ഫലം കായ്ക്കുക എന്ന് പറയുന്നത് ഈ ക്രിയേറ്റിവിറ്റിയുടെ ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ നിന്നെ സ്നേഹിത എന്ന് വിളിക്കുന്നു എന്ന് പറയുമ്പം നീ നിഷ്ക്രിയനായിട്ട് മൂടി പൊതച്ച് കിടന്നുറങ്ങുകയല്ല.
നീ എൻ്റെ സ്നേഹിതനാണ്, എൻ്റെ സ്നേഹിതൻ എനിക്ക് അനുയോജ്യമായ വിധത്തിൽ പ്രവർത്തിക്കണം. ആദാമിനെയും ഹവ്വായെയും ദൈവം സൃഷ്ടിച്ചു, ഏദൻ തോട്ടത്തിലാക്കി. ഓക്കെ, ജീവിച്ചോ എന്നല്ല പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും ഏദൻ തോട്ടത്തിലായിരിക്കുമ്പോൾ അവിടെ തോട്ടത്തിൽ വേല ചെയ്യുക, അവിടെ കാക്കുക. ടു ടിൽ ആൻഡ് ടു കീപ്. ഈ തോട്ടത്തിൽ അധ്വാനിക്കണം, കഷ്ടപ്പെടണം. ഈ തോട്ടത്തെ സംരക്ഷിക്കണം. ഇതിന്റെ കാര്യവിചാരകനായി, സ്റ്റുവേർഡായിട്ട് നീ ഉണ്ടാകണം. സൃഷ്ടാവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ ഏറ്റവും ക്രിയാത്മകതയോടുകൂടി ഇടപെടുന്നതിനും ഈ ലോകത്തിൽ സർഗാത്മകമായി അനവധിയായ കാര്യങ്ങളെ രൂപപ്പെടുത്തി മനുഷ്യരുടെ നന്മയ്ക്ക്, സൃഷ്ടിയുടെ പുരോഗതിക്ക്, അതിൻ്റെ സമന്വയത്തിന്, നിലനിൽപ്പിന് ആവശ്യമായത് രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അതാ സൃഷ്ടാവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഈ തോട്ടത്തിൽ വേല ചെയ്യുന്നതിനും തോട്ടത്തെ സംരക്ഷിക്കുന്നതിനും, ടു കീപ് ആൻഡ് ടു ടിൽ, അധ്വാനിക്കുന്നതിന്. അങ്ങനെ ദൈവം ക്രിയാത്മകത നൽകി നമ്മളെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നു. നമുക്ക് ഈ ലോകത്തിൽ നിർവഹിക്കുവാനുള്ള ദൗത്യം കർത്താവായ യേശുക്രിസ്തു നമ്മളോട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അത് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി, സ്നേഹിതർ എന്ന നിലയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹിതർ, സാക്ഷികൾ. ഗ്രീക്കിലെ വാക്കാണ് മാർട്ടൂറിയ. അതിൽ നിന്നാണ് മാർട്ടിയർ, രക്തസാക്ഷി, സഹദ എന്ന പദം വരുന്നത്. ഈ മാർട്ടിയർ എന്ന് പറയുന്നത് കേവലം രക്തസാക്ഷിയായി ചോര തെറിച്ച് സാക്ഷിയാവുക എന്ന് മാത്രമല്ല, മറിച്ച് അനുദിന ജീവിത സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ പ്രബോധനത്തിന്, സഭയുടെ പാരമ്പര്യത്തിന്, പരിശുദ്ധാത്മ നിയോഗത്തിന് അനുസരിച്ച് ഉദാത്തമായി ക്രൈസ്തവമായ രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. സാക്ഷ്യ ജീവിതം നയിക്കുക. അത് വ്യത്യസ്തമായ മേഖലകളിൽ നമുക്ക് ആവിഷ്കരിക്കുവാനും കഴിയുന്നതാണ്. യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് അന്ത്യനിയോഗം നൽകി. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. സ്വർഗാരോഹണത്തിന് തൊട്ട് മുൻപായി അവർക്ക് അവൻ ഉപദേശം നൽകി, നിർദ്ദേശം നൽകി, കൽപ്പന നൽകി. പൊതുവിൽ അതിനെ വേദശാസ്ത്ര പണ്ഡിതരൊക്കെ വിശേഷിപ്പിക്കുന്നത് ദ ഗ്രേറ്റ് കമ്മീഷൻ എന്നാണ്. കർത്താവ് അവർക്ക് വലിയൊരു ദൗത്യം നൽകി. ആ ദൗത്യം എന്താ? നിങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും പോയി എല്ലാവരെയും എൻ്റെ ശിഷ്യരാക്കുവീൻ. ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചതെല്ലാം അവരെ പഠിപ്പിക്കുവീൻ. പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിൽ സ്നാനം നൽകുവീൻ. ഇത് നമുക്കുള്ള ഉടമ്പടിയാ, നിയോഗമാ, ദൗത്യമാ. നമ്മളത് നിർവഹിക്കണം. ഇന്നത്തെ ലോക പരിസരങ്ങളിൽ നമുക്ക് തെരുവോരങ്ങളിൽ ചെന്ന് ഇതധികം പറയാൻ ഉള്ള താല്പര്യം കാണത്തില്ല, അല്ലെങ്കിൽ ഒരു ചോദന കാണത്തില്ല, അതിനൊരു സാഹചര്യം കാണത്തില്ല. പക്ഷെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ നമുക്കത് നിർവഹിക്കാം. എങ്ങനെ? കർത്താവ് മനോഹരമായി അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് 2 പ്രതീകങ്ങളിൽ കൂടി. അത് ഗിരിപ്രഭാഷണത്തിലാണ് കാണുന്നത്. ഒന്ന്, ലോകത്തിന് വെളിച്ചമാകണം. നമ്മളിലുള്ള നന്മകൾ ലോകത്തിന് മുൻപാകെ പങ്കുകൊടുക്കണം. നോക്കൂ, ആരാധനയിൽ നിന്നും നാം പ്രാപിക്കുന്ന ആത്മീക ഊർജം നമ്മൾ വീട്ടിലേക്ക് ചെന്ന് മൂടി പുതച്ച് കിടന്നാലൊക്കത്തില്ല. സജീവമായിട്ടത് പകരണം, ലോകത്തിന് പ്രകാശമാകണം. ക്രിസ്തുമസിൻ്റെ അന്ന്, ആ നാളുകളിൽ വീട്ടിലൊരു സ്റ്റാർ ഇട്ടത് കൊണ്ട് മാത്രമാകുന്നില്ല. കർത്താവിൻ്റെ സന്ദേശം, അവൻ ഈ ലോകത്തിൽ സകലർക്കുമായി വന്നു എന്ന സന്ദേശം എല്ലാവരിലും എത്തണം. ലോകത്തിന് പ്രകാശമായി. 2, ലോകത്തിൻ്റെ ഉപ്പായി, അതിന് രുചി പകരണം. ഒരു ക്രിസ്ത്യാനിയുടെ, ക്രൈസ്തവന്റെ, ഒരു ദൈവ പൈതലിൻ്റെ സാന്നിധ്യം ലോകത്തിന് രുചി പകരുന്നതാകണം, ഒരു സുഗന്ധമാകണം. ലോകത്തെ പ്രിസർവ് ചെയ്യുന്ന, സംരക്ഷിക്കുന്നതാകണം. മനുഷ്യർ തമ്മിലുള്ള വിദ്വേഷം ഇന്ന് വളരെ പെരുകിയിരിക്കുകയാണ്. പ്രത്യേകാൽ സോഷ്യൽ മീഡിയ നാം ഒന്ന് ഉപയോഗിച്ച് അതിനകത്തെ കമൻറ്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഓരോരുത്തരും ജാതിയുടെയും മതത്തിൻ്റെയും പാർട്ടിയുടെയും ഒക്കെ പേരിൽ തങ്ങളുടെ നിലപാട് ശരിയാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരം കമൻറ്റുകളിട്ട്, പോസ്റ്റുകളിട്ട് വിദ്വേഷത്തിൻ്റെ കനലുകൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുകയാണ്. സാധാരണമായി സൗഹാർദ്ദപരമായി
മുന്നോട്ട് പോയിരുന്ന സാഹചര്യങ്ങളല്ല. നമ്മൾ എന്തെങ്കിലും വായിച്ചാലോ മനസ്സിലാക്കിയാലോ ഷെയർ ചെയ്യുന്നതിന് മുൻപ് ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള വിവേചന ശക്തി ഇല്ലാതെ, ബോധമില്ലാതെ ഷെയർ ചെയ്യുന്നവരായി പലപ്പോഴും മാറുന്നുണ്ട്. മനുഷ്യർ തമ്മിലുള്ള അകലം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്രിസ്തുമസ് ക്രിസ്ത്യാനിയുടേതല്ല, എല്ലാവരുടേതുമാണ്. ഓണം മലയാളിയുടേതാണ്, മലയാളിത്തമുള്ള എല്ലാവരുടേതുമാണ്. നമ്മുടെ പള്ളിപ്പെരുന്നാൾ, പരിമല പെരുന്നാൾ, ഈ പരിമല പെരുന്നാൾ പരിമലയിൽ വരുന്ന ഓർത്തഡോക്സുകാരുടെ മാത്രമല്ല, എല്ലാവരുടേതുമാണ്. നോക്കിക്കേ, ഈ പരിമല പെരുന്നാൾ ഒരു ഭംഗിയായിട്ട് ചിട്ടയോടുകൂടി നമ്മളൊന്ന് ആചരിക്കുമ്പോൾ എത്രയോ വീടുകളിലാണ് അവർക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നത്. അത് ക്രിസ്ത്യാനികളായ ഓർത്തഡോക്സുകാർക്ക് മാത്രമാണോ? എത്രയോ മനുഷ്യർക്കാണ് കിട്ടുന്നത്. ഈ പണമെല്ലാം പൂഴ്ത്തി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മനുഷ്യരത് ഭക്ഷിക്കട്ടെ, അവരുടെ കുട്ടികളെ പഠിപ്പിക്കട്ടെ, അവർ നല്ലൊരു കൂരയ്ക്ക് കീഴിൽ പാർക്കട്ടെ, അവർ നല്ല വസ്ത്രം ഉടുക്കട്ടെ, അവർക്കൊന്ന് കിടന്നുറങ്ങാൻ നല്ലൊരു കട്ടിൽ വാങ്ങിക്കട്ടെ, കൊതുകടി കൊള്ളാതിരിക്കാൻ ഒരു നല്ല മോസ്കിറ്റോ നെറ്റ് അവർ വാങ്ങിക്കട്ടെ. എത്രയോ മനുഷ്യർക്ക് ഉപകാരമാണ് നമ്മുടെ ഓരോ സംവിധാനങ്ങളും, നമ്മുടെ ഓരോ കാര്യങ്ങളും. ഒരാശുപത്രി വളർന്നു വരുമ്പോൾ ഇത് മുടിഞ്ഞു പോകണം എന്ന് പറയുകയല്ല, പുതിയ ആശുപത്രികൾ വരട്ടെ, അങ്ങനെ കുറച്ചു പേർക്ക് ജോലി കിട്ടട്ടെ. ഒരു പുതിയ വിദ്യാലയം ഉണ്ടാകുമ്പോൾ ഇവിടെ ഇഷ്ടം പോലെ സ്കൂളുണ്ട്, എന്തിനാ സ്കൂള് എന്നല്ല, കുറച്ച് അധ്യാപകരായിട്ടുള്ളവർക്ക് പഠിപ്പിക്കുവാനുള്ള സാധ്യത കിട്ടട്ടെ. എത്രയോ സ്ഥാപനങ്ങളാണ് ഇത്തരത്തിൽ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്നത്. പുതിയൊരു ഭക്ഷണ പദാർത്ഥം ലോകത്തിൽ അല്ലെങ്കിൽ ഒരു പുതിയ ഫുഡ് രൂപപ്പെടുമ്പോൾ അത് എത്രയോ പേർക്ക് പുതിയ തൊഴിലായിട്ട് മാറുകയാണ്. അതുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ച് ഇത്തരത്തിൽ സാക്ഷ്യ ജീവിതത്തിന്, ലോകത്തിന് രുചി പകരുന്നവരാകുവാനുള്ള നിയോഗം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ക്രൈസ്തവ സഭ ലോകത്തിൽ നിർവഹിച്ചിട്ടുള്ള ദൗത്യങ്ങളെ നാം അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടുന്നത്. ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, എല്ലാവർക്കും വേണ്ടി. ഇന്നും ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങൾ നോക്കിയാൽ, ആശുപത്രികൾ നോക്കിയാൽ, സ്ഥാപനങ്ങൾ നോക്കിയാൽ, ആതുരാലയങ്ങൾ നോക്കിയാൽ, അതൊക്കെയും ക്രിസ്ത്യാനികളുടേതായി നിലകൊള്ളുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കി സാക്ഷ്യ ജീവിതം കരുത്തോടുകൂടി നയിച്ചതിൻ്റെ പ്രതിഫലനമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സാക്ഷ്യമുള്ള ജീവിതത്തിൻ്റെ ഒരു തലം കൂടെ ഈ വേദഭാഗം പങ്കുവെക്കുന്നുണ്ട്. ഫലപ്രദമാകണം. നിക്കോളാസ് ബർദയാഫ്, റഷ്യൻ വേദശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറയുന്നുണ്ട്, ഈ ക്രിയേറ്റിവിറ്റിയാണ്, ദൈവം തന്ന ക്രിയേറ്റിവിറ്റിയാണ് ലോകത്തെ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യിപ്പിക്കുന്നത്. മനുഷ്യർക്ക് ദൈവം തന്നിട്ടുള്ള ക്രിയാത്മകത, നമ്മുടെ ആരാധനക്രമങ്ങളുടെ വൈവിധ്യം തന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. മനുഷ്യന്റെ ക്രിയാത്മകത 8 നിറങ്ങളിൽ പാടുന്നു. നമ്മളെല്ലാവരും ഒരു നിറത്തിലാണ് കേട്ടിട്ടുള്ളത്, പള്ളികളിൽ അങ്ങനെയായിരിക്കാം പാടുന്നത്. പക്ഷേ നമുക്കെല്ലാവർക്കും വളരെ എളുപ്പം പഠിക്കുവാൻ കഴിയാവുന്ന 8 ടോൺസ്, 8 നിറങ്ങളിലായി പാട്ടുകൾ ക്രമീകരിച്ചപ്പോൾ അത് ചൊല്ലുന്നതിലുള്ള വൈവിധ്യം കാരണം നമുക്കതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് പോലും മാർ യാക്കോബിന്റെ അനാഫോറയുണ്ട്. ആ അനാഫോറയെ ആസ്പദമാക്കി എത്രയോ അനാഫോറകൾ രൂപപ്പെടുത്തി. ആ രൂപപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയോ വൈവിധ്യങ്ങൾ ഉണ്ടായി. നമുക്ക് ധനഹാ പെരുന്നാളുടെ ശുശ്രൂഷ ഓർത്തഡോക്സുകാരായ, മലങ്കരയിലെ ഓർത്തഡോക്സുകാരായ നമ്മൾ നിർവഹിക്കുന്ന ഒരു രീതിയുണ്ട്. എന്നാൽ ഈ രീതിക്ക് വിഭിന്നമായി സമാനമായ വേദശാസ്ത്ര ദർശനങ്ങൾ തന്നെ, പക്ഷേ പാട്ടുകളായി, ആചരണങ്ങളായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഓർത്തഡോക്സ് സഭകൾ വൈവിധ്യപൂർണമായി അത് നിർവഹിക്കുന്നതിനെക്കുറിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നാം പരിചയപ്പെട്ടിട്ടുണ്ട്. എൽദോ പെരുന്നാളിൽ നമുക്ക് തീജ്വാല ശുശ്രൂഷയുണ്ട്, മറ്റ് സ്ഥലങ്ങളിലും തീജ്വാല ശുശ്രൂഷയുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ ഓക്കുമരങ്ങളായിരിക്കാം അവിടെ ഇടുന്നത്. ആളുകളെല്ലാം ഓക്കിലകളോ ഓക്കുമരങ്ങളോ ഇടുന്നത്. വൈവിധ്യമുണ്ട്. അതൊക്കെയും മനുഷ്യന്റെ ക്രിയാത്മകതയാണ്, മനുഷ്യന്റെ സാക്ഷ്യത്തിന്റെ കരുത്താണ് ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ സ്നേഹിത എന്ന് യേശു ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അത് അവർക്ക് നൽകുന്ന മറ്റൊരു നിയോഗം കൂടെയുണ്ട്. ആ നിയോഗം മനുഷ്യരെ വേർതിരിച്ച് ജാതിയുടെയും മതത്തിൻ്റെയും ലിംഗത്തിൻ്റെയും നിറത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും സമ്പത്തിൻ്റെയും പേരിൽ വേർതിരിക്കാൻ പാടില്ല. എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, തുല്യരാണ്. യഹൂദനെന്നും യവനനെന്നുമില്ല, ദാസനെന്നും യജമാനനെന്നുമില്ല,
സ്ത്രീയും പുരുഷനും എന്നുമില്ല. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്ന അവസ്ഥയാണ്. എല്ലാവരും തുല്യർ. യേശു ക്രിസ്തുവിനെ കുറിച്ച് നിശിതമായ വിമർശനം യഹൂദ മത നേതൃത്വം ഉപയോഗിച്ചു. അവർ പ്രയോഗിച്ച വളരെ ശ്രദ്ധേയമായ ഒരു വിമർശനം, യേശു ക്രിസ്തു ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായി നിലകൊള്ളുന്നു എന്ന. അവൻ അങ്ങനെയുള്ളവരോടൊപ്പം വിരുന്ന് കഴിക്കുന്നു, പന്തി ഭോജനം, ടേബിൾ ഫെലോഷിപ്പ്, അങ്ങനെയുള്ളവരോടൊപ്പം വിരുന്ന് കഴിക്കുന്നു. സമൂഹത്തിൽ അധകൃതരായി പാർശ്വവൽക്കരിക്കപ്പെട്ട് സമൂഹത്തിന്റെ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന, ഓസ്ട്രസൈസ്ഡ് ആയിട്ടുള്ള, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ അവൻ പരിഗണിക്കുന്നു എന്ന് പറയുന്നത് മത നേതൃത്വത്തെ സംബന്ധിച്ച് അത് അധിക്ഷേപജനകമായ കാര്യമായിട്ട് അവർ കണക്കാക്കി. പക്ഷെ യേശു അങ്ങനെയല്ല, എല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ്. അവൻ കുരിശിൽ കൈകൾ വിരിച്ചു പിടിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും ഇത് തന്നെയാണ്. എല്ലാവർക്കും വേണ്ടിയുള്ള കൈകൾ, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന കൈകൾ. ആ കൈകൾ നമുക്ക് മുമ്പാകെയും ഇങ്ങനെ വിരിച്ചു ചേർക്കപ്പെടുകയാണ്. അതുകൊണ്ട് സ്നേഹിത എന്ന് ഞാൻ നിന്നെ വിളിക്കുമ്പോൾ നീ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നീ ഒരിക്കലും ഒരു മനുഷ്യനെ വിവേചനത്തോടുകൂടെ കാണരുത്. ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും അവൻ്റെ ബോധ്യങ്ങൾ, അവൻ്റെ ആത്മീക അനുഭവങ്ങളെ നീ ആദരിക്കണം, ബഹുമാനിക്കണം. അവൻ്റെ അഭിപ്രായത്തിന് വിലയുണ്ട്. പ്രായമായവർ, അവർക്ക് പുതിയ ടെക്നോളജി ഒന്നും അറിയത്തില്ലായിരിക്കാം, പക്ഷെ അവരുടെ അനുഭവങ്ങൾക്ക് അതിൻ്റെതായ ആഴമുണ്ടെന്ന് മനസ്സിലാക്കണം. സമൂഹത്തിലെ ഏത് പ്രായമുള്ള മനുഷ്യർക്കും, ഏത് വിദ്യാഭ്യാസ നിലവാരമുള്ള മനുഷ്യർക്കും അവരവരുടേതായ അനുഭവങ്ങളും ബോധ്യങ്ങളും ധാരണകളും ഉണ്ടെന്ന് മനസ്സിലാക്കണം. അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിവേചനങ്ങൾക്കതീതമായി മനുഷ്യരെ എല്ലാവരെയും ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന ബോധ്യത്തിൽ ചേർത്ത് നിർത്തുന്ന ആധ്യാത്മിക അനുഭവമാണ്. അതുകൊണ്ട് മൂന്നാമത്തെ തലം കരുത്തുള്ള ഒരു സാക്ഷ്യ ജീവിതമാണ്. അത് ഈ ലോകത്തിൽ നയിക്കുവാനുള്ള നിയോഗം ക്രിസ്തുവിൻ്റെ സ്നേഹിതർക്കുണ്ട്. കരുത്തുള്ള ഒരു സാക്ഷ്യ ജീവിതം. അത് നമുക്കൊരു പ്രാർത്ഥനയായിട്ട് ഇപ്പോൾ ചൊല്ലാം. ദൈവമേ, കരുത്തുള്ള സാക്ഷ്യ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, കരുത്തുള്ള സാക്ഷ്യ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, കരുത്തുള്ള സാക്ഷ്യ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. 3 പ്രാർത്ഥനകളാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങളിൽ നിന്നും ഓർമ്മിപ്പിച്ചത്. വേദഭാഗം ഇതാണ്: ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്നിനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സ്നേഹിതർ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അതിൽ അന്തർലീനമായിരിക്കുന്ന 3 ആശയങ്ങൾ, 3 പ്രാർത്ഥനകൾ. ഒന്നാമത്തേത്, സ്നേഹിത എന്ന് ദൈവം നിന്നെ വിളിക്കുന്നുവെങ്കിൽ നീ അവൻ്റെ സ്നേഹത്തെ തിരിച്ചറിയണം. 2, സ്നേഹിത എന്ന് അവൻ നിന്നെ വിളിക്കുന്നുവെങ്കിൽ നീ അവൻ്റെ കൂട്ടായ്മയുടെ ആനന്ദത്തിലേക്ക് പ്രവേശിക്കണം. 3, സ്നേഹിത എന്നവൻ നിന്നെ വിളിക്കുന്നുവെങ്കിൽ നീ കരുത്തുള്ള സാക്ഷ്യ ജീവിതം നയിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബലഹീനനായ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിലും ഒന്നിച്ചു ചേർന്ന് നമുക്ക് ദൈവവചനം ധ്യാനിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും അവസരം ലഭിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും ദൈവം നൽകട്ടെ.